ജനഗണമന നമ്മളിൽ എത്ര പേർക്ക് വികാരമാണ്? എനിക്ക് വികാരമാണ്. പക്ഷെ നിങ്ങളിൽ എത്ര പേർക്ക് എന്നത് എനിക്കറിയില്ല. ജനഗണമന മലയാളിക്ക് കല്ലുകടിയാകുന്നത് എന്തുകൊണ്ട്? എന്നാൽ ഒരു ഉത്തരേന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ജനഗണമന അഥവാ ദേശീയഗാനം അവർക്ക് അഭിമാനമാണ്. രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജയരാജ് മിത്ര. കാവ്യയെയും ഭാരതം എന്ന വാക്കിനെയും വെറുക്കുന്ന മലയാളി. ആ മലയാളിയിൽ നിന്ന് ഉത്തരേന്ത്യക്കാരൻ്റെ ദേശബോധം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ കുറിപ്പ് ധാരാളം. IFFK കുംഭമേളയും ഇങ്ങനെയാണ് ആ കുറിപ്പിൻ്റെ തലക്കെട്ട്. ജനുവരി 26 പ്രയാഗ്രാജ്. ഞങ്ങൾ കുറച്ചു പേർ സെക്ടർ 12 നിന്ന് സംഗം ഘാട്ട് എന്ന ത്രിവേണി സംഗമത്തിലേക്ക് അഗാഠയുടെ വണ്ടിയിൽ പോവുകയാണ്. മലയാളി അല്ലാത്ത അമിത് ഓടിക്കുന്ന വണ്ടിയിൽ ബാക്കി എല്ലാവരും മലയാളികളായിരുന്നു. പെട്ടെന്നാണ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് മേളാനഗരിയിലെ 50 കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ മൈക്കിലും ജനഗണമന മുഴങ്ങാൻ തുടങ്ങിയത്. വളരെ യാന്ത്രികമായി അമിത് വണ്ടി നടു റോഡിൽ നിർത്തിയിട്ടു. ഞങ്ങൾ മലയാളികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റോഡിലെ സകല വണ്ടികളും നിന്നു. നടന്നു പോകുന്നവരെല്ലാം നടത്തം നിർത്തി നിശ്ചലരായി. കടകളിലെ ചായ ഉണ്ടാക്കലും ചായ കുടിക്കലും ഒക്കെ ആരും പറയാതെ തന്നെ നിശ്ചലമായി. ആസാദ് എന്നെ തട്ടി ഒരു കാഴ്ച കാണിച്ചു തന്നു. വഴിയരികിലെ ടാപ്പിന് കീഴിൽ സോപ്പ് തേച്ച് കുളിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവ് പെട്ടെന്ന് നിശ്ചലനായ കാഴ്ച. നല്ല തണുപ്പാണ്. ആ തണുപ്പിലും അയാൾ അങ്ങനെ ചലനമറ്റു നിന്നു. ജനഗണമന തീരും വരെ തീർത്തും നിശ്ചലമായ മേളാനഗരി. ദേശീയഗാനം തീർന്നതും ഏവരും ബോലോ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു. തങ്ങളുടെ സ്വാഭാവിക യാത്രകളും പ്രവൃത്തികളും തുടർന്നു. നമ്മളിങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടി പ്രാണൻ വെടിഞ്ഞ സകല രാജ്യസ്നേഹികളും ആകാശത്ത് നിന്നുകൊണ്ട് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതായി എനിക്ക് തോന്നി എന്ന് ജയരാജ് മിത്ര കുറിക്കുന്നു. മാതൃരാജ്യം എന്ന എൻ്റെ ഈ അമ്മയെ ഓർത്ത് എനിക്ക് അഭിമാനത്താലും സന്തോഷത്താലും കണ്ണു നിറഞ്ഞു. ഇനി വർഷങ്ങൾക്ക് മുൻപത്തെ ഒരു IFFK കാലത്തെ പറ്റി പറയാം. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റ് നടക്കുന്നു. സിനിമയ്ക്ക് മുൻപ് തിയേറ്ററിൽ ദേശീയ ഗാനം വെക്കണം എന്ന നിയമം വന്ന കാലം. ദേശീയതയുടെ കടന്നുകയറ്റം എന്നും ഫാസിസം പടിവാതിലിൽ എത്തി എന്നും കേരളം ചർച്ച ചെയ്ത് മതിയാകാതെ നിൽക്കുന്ന സമയം. ഞാൻ തിയേറ്ററിനകത്ത്. സിനിമ തുടങ്ങിയാൽ ഇടവേളയ്ക്ക് മാത്രം എണീക്കുന്ന ശീലമുള്ള എൻ്റെ മുന്നിൽ സ്ക്രീനിൽ ദേശീയഗാനം ദൃശ്യമായും ശ്രവ്യമായും കടന്നു വരുന്നു. ഞാൻ സ്കൂൾ കാലം മുതലുള്ള ശീലത്താൽ എണീറ്റ് നിൽക്കുന്നു. എന്തോ പന്തികേട് തോന്നി ചുറ്റും നോക്കിയപ്പോൾ കണ്ട കാഴ്ച പലരും എണീക്കുന്നില്ല എന്നതാണ്. ചിലർ ബോധപൂർവ്വം മൊബൈലിൽ സംസാരിക്കുന്നു, ചിലർ വാട്സാപ്പിൽ ശബ്ദമുണ്ടാക്കി കളിക്കുന്നു. ജനഗണമന തുടങ്ങും വരെ മര്യാദയ്ക്കിരുന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ശരീരഭാഷ മാറ്റി കാലിൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നു. കാരണം എന്തായിരിക്കാം? ഞാൻ കാരണങ്ങൾ ചികഞ്ഞു. ജനഗണമനയിലെ ഭാരത ഭാഗ്യവിധാത എന്ന വരിയിലെ ഭാരതം എന്ന വാക്ക് പിടിക്കാത്തതാകാം ഒരു കാരണം. സനാതനം, ഭാരതം ഇതൊന്നും കേരളത്തിലെ ഇന്ത്യക്കാർക്ക് പിടിക്കാത്ത വാക്കുകളാണ്. 2, ദേശീയ പതാകയിലെ കുങ്കുമ നിറം പിടിക്കാത്തതുമാകും. കറുപ്പ് നിറം എവിടെ കണ്ടാലും ഇത് എന്നോടുള്ള പ്രതിഷേധമാണെന്ന് ചിലർക്ക് തോന്നും പോലെ കാവി നിറമെല്ലാം BJPയോ RSSോ ആണ് എന്ന് തോന്നുന്നതും ഒരു മാനസിക രോഗമാണ്. അങ്ങനെയെങ്കിൽ നിറം നോക്കി കാര്യം തീരുമാനിച്ചാൽ മലയാള മനോരമ നടത്തുന്ന റേഡിയോ മാംഗോ ഒരു സംഘപ്രസ്ഥാനമാണെന്ന് പറയേണ്ടി വരും. കുങ്കുമമയമാണ്. കുങ്കുമപ്പൂവിന്റെ നിറമാണ് കുങ്കുമ നിറം. കുങ്കുമപ്പൂവിന് ഹിന്ദിയിൽ കേസർ എന്ന് പറയും. രാജസ്ഥാൻകാർ ഈ നിറത്തെ കേസരിയ എന്ന് പറയും. കടുത്ത നിറത്തിലുള്ള കാവ്യെ പൊതുവെ ഭഗവാരംഗ് അഥവാ കേസരി എന്നും പറയും. ധർമ്മധ്വജം, ഭഗവധ്വജം, സന്യാസം ഈ ഭാവങ്ങൾക്ക് 3 തരം കാവ്യനിറങ്ങളാണ് ഉപയോഗിക്കാറ്. പണ്ട് ഗൃഹസ്ഥർ കാവ്യനിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നില്ല. ഇത് സർവസംഘ പരിത്യാഗികളായ സന്യാസികളുടെ നിറമാണ്. സനാതന സംസ്കാരത്തിന്റെ പ്രതിനിധികളായ മുൻ രാജാക്കന്മാരുടെ സാമ്രാജ്യത്തിലെ കൊടികളിൽ ത്യാഗത്തെയും മോക്ഷത്തെയും സൂചിപ്പിക്കുന്ന ഈ കാവ്യനിറമുണ്ടായിരുന്നു. ഹിന്ദു, ജൈന, ബുദ്ധ സന്യാസിമാർ ഈ ത്യാഗനിറത്തെ സന്യാസ വേഷമായി സ്വീകരിച്ചു. ഈ ഭഗവാൻ നിറം അഥവാ കാവ്യവർണ്ണം അഥവാ കുങ്കുമ നിറം ഭാരതത്തിന്റെ ദേശീയ പതാകയിലെ മുകളിലെ വർണ്ണമാണ്. ത്യാഗത്തിന്റെയും ധീരതയുടെയും അടയാളമായാണ് ഈ നിറത്തെ പതാകയിൽ സ്വീകരിച്ചിരിക്കുന്നത്. മുൻ രാഷ്ട്രപതി ശ്രീ S രാധാകൃഷ്ണൻ ഈ കാവ്യനിറത്തെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ത്യാഗം, ധീരത എന്നിവ കൂടാതെ താല്പര്യമില്ലായ്മ എന്ന ഭാവം കൂടി കാവ്യക്കുണ്ട്. അതായത് ഭരണകർത്താക്കൾക്ക് സ്വന്തം ഭൗതിക ജീവിതത്തോട് താല്പര്യം പാടില്ല. അവരുടെ എല്ലാ പ്രവൃത്തിയും ദേശത്തിനു വേണ്ടി മാത്രമായിരിക്കണം. ചില മതവിഭാഗത്തിൽ ഈ നിറം നിഷിദ്ധമത്രേ. അത്തരം മതത്തിലെ പുരുഷന്മാർ ഇത് ധരിക്കുന്നതിൽ കടുത്ത വിലക്കുമുണ്ടത്രേ. സിഖുകാർക്കും ഈ നിറം ഇഷ്ടമെന്ന് ചരിത്രം പറയുന്നു. 1918 മുതൽ 1921 വരെ നടന്ന എല്ലാ കോൺഗ്രസ് മീറ്റിങ്ങുകളിലും ഇന്ത്യക്ക് ഒരു പൊതു പതാക വേണമെന്ന് വാദിച്ച് പതാകയുടെ വിവിധ രൂപകൽപ്പനകൾ നിർദ്ദേശിച്ച ആളായിരുന്നു പിങ്കാലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശുകാരൻ. 1921 ഇദ്ദേഹം രൂപകൽപ്പന ചെയ്ത പതാക വിജയവാഡയിൽ വെച്ച് ഗാന്ധിജി ഇന്ത്യയുടെ പതാകയുടെ മാതൃകയായി അംഗീകരിച്ചു. 1947 ജൂലൈ 22 ഇന്ത്യൻ പതാകയുടെ അവസാന രൂപവും തീരുമാനവുമാക്കി. ഭാരതം എന്ന വാക്കിനോടും കാവ്യ നിറത്തിനോടുമുള്ള അലർജി എന്ന കാരണം കൊണ്ടായിരിക്കണം അന്ന് സിനിമാ തിയേറ്ററിൽ പലരും എണീക്കാതിരുന്നത് എന്ന് എനിക്ക് തോന്നി.
നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരല്ല, മുട്ടുവേദനയുമല്ല കാര്യം. അവരിൽ പലരെയും ബിവറേജിൽ ശാന്തമായും ത്യാഗോജ്വലമായും വരി നിൽക്കുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ കാണുകയും ചെയ്തു. ഇന്ത്യയെ മുച്ചൂട് മുടിച്ച ബ്രിട്ടീഷ്, ഡച്ച്, പോർച്ചുഗീസ്, ഫ്രാൻസ് ശക്തികളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ എത്ര പേർ ജീവൻ വെടിഞ്ഞു, എത്ര പേരുടെ ജീവിതം രാജ്യത്തിനു വേണ്ടി കുടുംബം വിട്ടിറങ്ങി, എത്ര പേർ അന്യായമായി തൂക്കിലേറ്റപ്പെട്ടു, എത്ര പേർ അധാർമികമായി കൊല്ലപ്പെട്ടു. നീതിയില്ലായ്മയുടെ തീച്ചൂളയിൽ പുകഞ്ഞു തീർന്ന മനുഷ്യ മനസ്സുകൾ എത്ര, ഇന്ത്യക്കാരാണെന്നതുകൊണ്ട് മാത്രം ചവിട്ടി മെതിക്കപ്പെട്ട ജീവിതങ്ങൾ എത്ര. നമ്മുടെ സംസ്കാരത്തെയും അഭിമാനബോധത്തെയും തച്ച് തരിപ്പണമാക്കിയിട്ടും നമ്മൾ പിടിച്ചു നിന്നു, എതിർത്ത് നിന്നു, ധീരമായി പോരാടി സ്വാതന്ത്ര്യം നേടി. ഒടുവിൽ ഒരു ദേശീയ പതാക കാണുമ്പോഴും ദേശീയ ഗാനം കേൾക്കുമ്പോഴും കഴിഞ്ഞ കഥകളെയെല്ലാം മറന്ന് ഒരു വാക്കിലേക്കും ഒരു നിറത്തിലേക്കും നോക്കി സർവ്വതും പുച്ഛിക്കുന്നതിലേക്ക് വളർന്ന മാനസിക തലം എനിക്ക് മനസ്സിലായില്ല, മനസ്സിലാവുകയുമില്ല. ഞാൻ എണീറ്റ് നിന്നു. പെറ്റ നാടിനു വേണ്ടി പോരാടി മരിച്ച എല്ലാ രക്തസാക്ഷികളെയും ഞാൻ മനസ്സിൽ സല്യൂട്ട് ചെയ്തു. മലയാളികളിൽ കുറെ പേർ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായി ഈ നന്ദികേടിനെ മാപ്പ് ചോദിച്ചു. ഈ ജനുവരി 26-ന് ഞാനും ഭാരത് മാതാ കി ജയ് വിളിച്ചു. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ദേശീയഗാനത്തെ വെറുക്കുന്ന, അവഗണിക്കുന്ന സകല മലയാളികൾക്കുമുള്ള ഒരു മറുപടി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.